അറിയാതിരിക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനം വഴിതിരിച്ചുവിട്ടത് കുന്നംകുളം തൃശൂർ റോഡിന്റെ സ്ഥിതി അതീവ ദയനീയമാണ്. ബസ്സുകൾ പോലും സർവീസ് നിർത്താനുള്ള ആലോചനയിലാണ്. റോഡ് പുനർനിർമ്മിക്കാൻ പദ്ധതി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അതിന്റെ പേരിൽ അറ്റകുറ്റപ്പണി നടത്തുന്നുമില്ല. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലായി. മുഖ്യമന്ത്രി പോയത് അതിങ്ങനെ പോയത് എവിടെ തൃശ്ശൂർ മുഖ്യമന്ത്രി കുഴികളൊക്കെ ഒഴിവാക്കി അപ്പുറത്തുകൂടി പോയി. ജനങ്ങളെ ബുദ്ധിമുട്ട് നോക്ക്, എത്ര ബുദ്ധിമുട്ടിയുടെ ജനങ്ങൾ പോണ്. സ്കൂൾ കുട്ടികൾ, അതുപോലെ ചെറിയ മക്കള്, ഭയങ്കര പ്രശ്നമാണ്, ദുരിതമാണ്. ഇവിടുത്തെ കുറച്ച് നേരം നിന്നാലും അറിയാം, ഒരാൾ പറയേണ്ട ആവശ്യമില്ല. ഈ റോഡിന് മോശമായാലും നന്നാക്കാത്തതിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. എന്താണ് ഇങ്ങനെ? ഞങ്ങൾക്ക് കേരള മാതൃകയായിട്ട് നമുക്ക് റോഡ് സമ്മാനിച്ച പിണറായി സർക്കാരിനും മുഹമ്മദ് റിയാസിനും ഞങ്ങളുടെ MLA ആയ മുരളി പെരുന്നെല്ലിക്കും ഒരു അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കുറ്റം പറയല്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചിട്ട് ഇറങ്ങുന്നേ വേണം ഇതിൽക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും നില തുടങ്ങിയുള്ളതല്ല. ഒരു ദിവസം 10,000-കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം എത്ര മരണങ്ങൾ ഉണ്ടായിരുന്നറിയും. ഓരോ കുഴികളിൽ നമ്മൾ കോണി വെച്ചിട്ട് ഇറങ്ങണം. അത്രയും വലിയ ഗട്ടറുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്, അത്രയും വലുത്. ഇപ്പം ഇവിടുന്ന് ഒരു ആകെ 5 കിലോമീറ്റർ ഉള്ളൂ. ഈ 5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് 5 മണിക്കൂറാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി വഴി തിരിഞ്ഞു പോയ റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. MS ലിഷോയ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ലിഷോയ്, മുഖ്യമന്ത്രിക്ക് ഓപ്ഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആർക്കും നല്ല വഴിയിലൂടെ പോകാനാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇത് വഴി മോശമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ വാഹനം അതിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ റോഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഈ ദയനീയ അവസ്ഥയിൽ കിടക്കാൻ ഉത്തരവാദി ആരെന്നുള്ള ചോദ്യം മാത്രമാണ് അവിടെ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുകയോ അല്ലെങ്കിൽ ഇതൊരു വിവാദമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. എത്ര കാലമായി ഈ റോഡിന്റെ ഈ ദയനീയ അവസ്ഥ തുടങ്ങിയിട്ട് ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുകയാണ് ആളുകൾ? ഇവിടെ വർഷങ്ങളായി ഈ അവസ്ഥ തുടങ്ങിയിട്ട്, അതായത് തൃശ്ശൂരിൽ നിന്നും കുന്നംകുളം വരെ കുറ്റിപ്പുറം വരെയുള്ള റോഡ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചിട്ട് ഏകദേശം 3 വർഷത്തിലധികമായി. ആ 3 വർഷത്തിലധികമായി ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏകദേശം തൃശ്ശൂർ അമല നഗർ മുതൽ ഇവിടെ വരെ, അതായത് മുണ്ടൂർ വരെ ഇപ്പോൾ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പണിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ഥലത്തെല്ലാം തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ഒരു കുഴികൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഈ വാഹനങ്ങളൊക്കെ ആ കുഴിയിൽ ചാടിയല്ലാതെ ഇതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. ഈ മുഖ്യമന്ത്രി ഇന്നലെ ഈ വഴി രാമനിലയത്തിലേക്ക് ഈ വഴിയാണ് ശരിക്കും പോകേണ്ടത്. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മാത്രം സഞ്ചരിച്ച് പോകേണ്ട മുഖ്യമന്ത്രി ഏകദേശം ഒരു 40 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് രാമനിലയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുഖ്യമന്ത്രിയുടെ വാഹനം ഇതിലൂടെ വന്നാൽ എന്തായാലും കുഴിയിൽ ചാടും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കാരണം പോലീസ് വഴിതിരിച്ചു വിട്ടതാണ്. കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരി വഴി നേരെ വഴിതിരിച്ച് വിടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. ചേട്ടാ, ഇതിനൊരു അറുതിയില്ല. റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇഷ്ടംപോലെ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കണതാണ്. എന്നിട്ടാണ് ഈ മാതിരി ചെയ്തു വെച്ചേക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? ഒരു സഞ്ചാര ഇതാക്കിയിട്ട് ആക്കിക്കൂടത്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ ആക്സിൽ ഓടിയാണ്, സപ്പെക്സ് പോണ്, അവിടെ പോയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോണ്. ഇതന്നെ പണി. നേരത്തെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവില്ല. വണ്ടി ഓഫാവും, വെള്ളം കയറും, വണ്ടിയിൽ വെള്ളം കയറുക, ഹെൽപ്പ് റിമോട്ടിൽ വെള്ളം കയറുക. എത്ര സമരങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും നല്ല കുളങ്ങളും ഇതും തന്ന സർക്കാരിന്, പിണറായി സർക്കാരിനും മുഹമ്മദ് റിയാസിനും ഞങ്ങൾ MLA ആയ മുരളി പെരുന്നെല്ലിക്കും 1000 അഭിവാദ്യങ്ങൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ആന വീണാൽ കയറാത്ത വാരിക്കുഴികളാൽ കുന്നംകുളം തൃശ്ശൂർ സംസ്ഥാന പാത സഞ്ചാര അയോഗ്യമാക്കിയ ഈ പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ എന്തായാലും നടക്കുന്നത്. ഇപ്പോഴും ഒരുപാട് വാഹനങ്ങൾ പോകുന്നതല്ല, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. അവിടെയുള്ള ആളുകൾ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ ടാക്സ് ഒക്കെ എത്രയോ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വാഹനം അവിടെ തള്ളി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ധന സെസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ആളുകളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് പിഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സഞ്ചാരം ഉൾപ്പെടെ, നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ മുന്നോട്ട് പോക്കൊക്കെ ഉൾപ്പെടെ നമ്മൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടൊക്കെയാണ്. അപ്പോഴാണ് ഇവിടെ സാധാരണക്കാരന് ഈ ദുരിതയാത്രയും മുഖ്യമന്ത്രിക്ക് 20 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് അദ്ദേഹം സുഖകരമായ റോഡിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം.